ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒറ്റയാന്റെ പോരാട്ടം വീറും വാശിയോടെ കളിക്കളത്തിൽ തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. വിധിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ യുദ്ധഭൂമിയിൽ കാലിടറി വീണ കർണനെ പോലെ കിരീടങ്ങൾ നഷ്ടമാകുമ്പോൾ നിറ കണ്ണുകളോടെ എല്ലാം കൈവിട്ട് കണ്ണീരുമായി റൊണാൾഡോ ഇരിക്കുന്നത് ഏറെ നാം കണ്ടിട്ടുണ്ട്. എല്ലാം നേടിയിട്ടും ഒന്നും നേടാത്തവനെ പോലെ നടന്നു നീങ്ങുന്ന റൊണാൾഡോ, ജയിക്കുന്നതും തോൽക്കുന്നതും നിന്നെ പോലെയാവണമെന്ന് ഓരോ ആരാധകർക്കും തോന്നിപ്പോകും. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒറ്റ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രാജ്യത്തെ മുഴുവൻ ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെ, അയാൾ കിരീടവും ചെങ്കോലും ധരിക്കാത്ത ഒരേയൊരു രാജാവ് തന്നെയാണ്. കളിക്കളത്തിലെ അയാളുടെ പ്രകടനം, കാൽപന്ത് കളിയിലെ മാന്ത്രികത, എല്ലാവരെയും ആവേശം കൊള്ളിക്കുമ്പോഴും കൂടെ നിന്ന് കുതികാൽ വെട്ടുന്നവരും അയാൾക്കൊപ്പമായിരുന്നു. ആരെയും പഴിക്കാതെ, പഴിച്ചാരാതെ, ടീമിന് വേണ്ടി അന്നും ഇന്നും ഒറ്റയാനെ പോലെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൻ്റെ പരിക്കുകളെ പോലും തെല്ലും വകവയ്ക്കാതെ അയാൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 2025 നാഷൻസ് ലീഗിൽ ഫൈനലിൽ റോബർട്ടോ മാർട്ടിനെസിന്റെ പരിശീലന മികവിലൂടെ പോർച്ചുഗൽ കളിക്കാനിറങ്ങുമ്പോൾ മുൻകാലങ്ങളിലേതുപോലെ ആകരുതേ എന്ന് ഓരോ ആരാധകരും അത്രമേൽ ആഗ്രഹിച്ചിരിക്കും. മിന്നും പ്രകടനം എല്ലായിടത്തും ഉണ്ടായിട്ടും രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ അതിൻ്റെ തെളിച്ചം പലപ്പോഴും തൻ്റേതല്ലാത്ത കാരണത്തിൽ കുറയുന്നുണ്ടായിരുന്നു. 25 വർഷങ്ങൾക്കിപ്പുറം അലയൻസ് അരീനയിൽ പോർച്ചുഗൽ ജർമ്മനിക്ക് മുന്നിൽ ജയം നേടുമ്പോൾ അത് ചരിത്രം തന്നെയാണ്. വമ്പന്മാരുടെ തലക്കനം കുറയ്ക്കുന്നതിനേക്കാൾ ഉപരി തങ്ങളെ പരിഹസിച്ചവരോടും പുച്ഛിച്ചവരോടുമുള്ള മറുപടി തന്നെയാണ് ജർമ്മനിയെ തോൽപ്പിച്ച് ഫൈനലിലെത്തിയത്. ഫൈനലിൽ ഏറ്റുമുട്ടിയത് ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനോടായിട്ടും തെല്ലും ഭയമില്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കരിയറിലെ തന്നെ നാഷൻസ് ലീഗിൽ ഫൈനലിൽ ആദ്യമായി ഗോൾ നേടിയപ്പോൾ അയാളുടെ ആഹ്ലാദ പ്രകടനം കാണാൻ തന്നെ നല്ല ചേലായിരുന്നു. നാഷൻസ് ലീഗിൽ 2 കിരീടം നേടുന്ന ഒരേയൊരു ടീം ഇപ്പോൾ എല്ലാവരും പുച്ഛിച്ചു തള്ളിയ പോർച്ചുഗൽ മാത്രമാണ്. 2 കിരീടങ്ങളുടെയും രാജാവ്, അതും ഈ 40 വയസ്സുകാരൻ റൊണാൾഡോ തന്നെയാണ്. 6 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് 2025 പോർച്ചുഗൽ നാഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നത്. ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ വാമപ്പ് സമയത്ത് തന്നെ റൊണാൾഡോയ്ക്ക് പരിക്കേറ്റിരുന്നു. അത് കുറച്ചുനേരം അയാളെ അലോസരപ്പെടുത്തി എങ്കിലും അതൊന്നും അയാളെ പിന്നോട്ട് വലിച്ചിട്ടില്ലായിരുന്നു. അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റെ കാലുകൾ മുറിച്ച് മാറ്റേണ്ടി വന്നാലും ഞാൻ എൻ്റെ പോർച്ചുഗലിന് വേണ്ടി ഫൈനൽ കളിക്കുമെന്ന്. ആ ദൃഢനിശ്ചയം ഏറെ വേദനകൾ സഹിച്ചും 61-ാം മിനിറ്റിൽ ഗോൾ നേടി തൻ്റെ ടീമിനെ സമനിലയിലെത്തിച്ച് 88-ാം മിനിറ്റിൽ അയാൾ കളി അവസാനിപ്പിക്കും വരെ ഉണ്ടായിരുന്നു. സ്പെയിനും പോർച്ചുഗലും കളിയിൽ ഉടനീളം മിന്നും പ്രകടനങ്ങൾ കാണിച്ചിരുന്നു. നൂനോ മെൻഡസിന്റെയും റൊണാൾഡോയുടെയും ഗോൾ സ്പെയിനിനൊപ്പം സമനിലയിൽ എത്തിയപ്പോഴും നീക്കോ വില്യംസ്, ഓയർ സബാളും ലാമിൻ യമാനും ചേർന്ന സ്പെയിൻ സംഘം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-5 പോർച്ചുഗൽ ജയിച്ചപ്പോൾ ടീമിലെ മറ്റാരേക്കാളും ക്രിസ്ത്യാനോ റൊണാൾഡോ വികാര നിർബലമായിരുന്നു. അയാളുടെ ഉള്ളിൽ കണ്ണീരില്ലാത്ത കണ്ണീരിൻ്റെ ആഴക്കടലിൻ്റെ തിരമാലകൾ അലയടിക്കുന്നത് ഒരു ചെറു പുഞ്ചിരിയോടെയല്ലാതെ ഒരാൾക്കും കണ്ടിരിക്കാൻ കഴിയില്ല. നാഷൻസ് ലീഗിൽ റൊണാൾഡോ മുത്തമിടുമ്പോൾ ഉള്ളിൽ എല്ലാവരും പറയാതെ പറയും, 2026-ലും ഇതുപോലൊരു കാഴ്ച കാണാൻ കഴിയട്ടെ എന്ന്.